അപ്പോൾ പുറത്ത് നല്ല കിടുക്കാച്ചി മഴയാണ്. അപ്പോൾ മഴ കണ്ടപ്പോൾ ഒരു കൊതി, അതായത് അരിപ്പായസം കഴിക്കാൻ. പിന്നെ വേറൊന്നും നോക്കിയില്ല. അരി കഴുകി വൃത്തിയാക്കി എടുത്തു, കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കുക്കറിൽ 2 വിസിൽ കേൾക്കുന്നത് വരെ അരി ഒന്ന് വേവിച്ചെടുത്തു. കുക്കറിൽ അരി വേവിച്ചെടുക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് വെള്ളം തീരെ ഉണ്ടാവില്ല, നല്ല പാകത്തിന് വെന്ത് കിട്ടുകയും ചെയ്യും. ഞാൻ 2 വിസിലാണ് കേൾപ്പിച്ചത്, കണ്ടോ കറക്റ്റ് പാകമാണ്. ഇനി ഇത് മാറ്റി വയ്ക്കുക. എന്നിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. അതിനകത്തേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. എല്ലാം വളരെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശർക്കര പൊടി ചേർത്ത് കൊടുത്തു. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന അരി കൂടെ ചേർത്ത് കൊടുത്തു. ഇത് ജസ്റ്റ് കറക്റ്റ് പാകമാണ്, കൊണ്ട് വെള്ളം തീരെയില്ല. ഇനി ഇതിനകത്തേക്ക് ഏലക്ക പൊടിച്ച ഏലക്ക ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മാറ്റി വയ്ക്കുക. വീണ്ടും ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. അതിനകത്തേക്ക് വീണ്ടും നമ്മൾ നെയ്യ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കുക. ഒന്നൊരു ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഡ്രൈഡ് ഗ്രേപ്സ്, അതായത് മുന്തിരിങ്ങ കൂടെ ചേർത്ത് കൊടുത്ത്, ഉണക്കമുന്തിരി കൂടെ ചേർത്ത് കൊടുത്ത് കറക്റ്റ് പാകമായിട്ടൊന്ന് വറുത്ത് കോരി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പായസക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം റെഡിയായി കഴിഞ്ഞു. അടിപൊളി, വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയില്ലേ? ഈ പ്രത്യേകമായ ഈ ഒരു നല്ല മഴയുള്ള നല്ലൊരു വെതറിൽ ചൂട് പായസം കഴിക്കുക ഒരു അടിപൊളി വൈബാണ്. അപ്പോൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടേക്ക് കെയർ, ബൈ.